ശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താം സ്മൃതിപുരാണാനാം സ്വാമി ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം സാംബാലരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ വിഘ്നരാജ്ഞേ മൂർത്തിഭേദവിഭാഗേ വ്യോമവദ്വ്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ. ആത്മീയത്യോപാസിത എന്നുള്ള മന്ത്രത്തെക്കുറിച്ച് ഉള്ള വിചാരമാണ്. ആത്മീയത്യോപാസിത, ആത്മനിഷ്ഠനായിരിക്കുക, അതാണ് ആ മന്ത്രം പറയുന്നത്. ഇങ്ങനെ ആത്മബോധം കൊണ്ട് ആത്മബോധം എങ്ങനെ? ഇവിടെ അദ്വൈതി പറയുന്നത് ആത്മബോധം ശ്രുതിവാക്യത്തിന് ആത്മബോധം തത്വമസീനേതി ആത്മവേദം ആ ശ്രുതിവാക്യത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു പറയുന്നു. ശ്രവണകാലേ ഏവ, ശ്രുതിയെ ശ്രവിക്കുമ്പോൾ തന്നെ പറയുന്നത് പോരാ. ശ്രുതിയെ ശ്രവിക്കുമ്പോൾ തന്നെ ബോധം ഉണ്ടാകുന്നില്ല. വീണ്ടും അവിടെ അതിനുവേണ്ടി ധ്യാനിക്കേണ്ടി വരുന്നു. വിധി മന്ത്രേണ പ്രവർത്തതേ ശ്രവണകാലെ ഏവ തദ്ദർശന സകൃതത്വ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്വൈതം ശ്രവിക്കുന്ന സമയത്ത് തന്നെ തദ്ദർശനസ്യ ആ ബോധം സംഭവിച്ചിരിക്കുന്നു. പിന്നീട് അതിനുവേണ്ടി ഏതൊരു ബോധമാണോ ശ്രവണത്തിൽ നിന്നും ഉണ്ടായത് അതിനുവേണ്ടി മറ്റൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. ആത്മവാദി വാക്യശ്രവണേന ആത്മവിജ്ഞാനസ്യ ജനിതത്വ. ആത്മാവിനെ ബോധിപ്പിക്കുന്ന വാക്യശ്രവണം കൊണ്ട് തന്നെ ആത്മവിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു. വാക്യജനിത ആത്മജ്ഞാന സ്മൃതി സന്തതേഹേ ശ്രവണ വിജ്ഞാന മാത്ര അർത്ഥാന്തരത്വമിതി. ഇവിടെ പറയുന്നു അത് പോരാ. സാറിന് പറയുന്ന പോലെ വാക്യജനിത ആത്മജ്ഞാന സ്മൃതി സന്തതേ, ആദ്യം
ഇത് തത്വമസി, അതെന്താണ് ശ്രുതിയിൽ തത്വമസി എന്താണ് പറയുന്നത്, എന്താണ് അതിന്റെ താല്പര്യമെന്ന് ഗ്രഹിച്ചു. അത് കേട്ട് അതിനെക്കുറിച്ച് ബോധമുണ്ടായി. പക്ഷെ അതുപോലെ അത് കഴിഞ്ഞ് അതിന്റെ സ്മരണ വീണ്ടും നിലനിൽക്കണം. അതങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. എന്താണ് തത്വമസി എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അത് ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെക്കുറിച്ചാണ്. അത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്ത്, ആ സത്ത് തന്നെയാണ് തന്റെ സ്വരൂപമായിരിക്കുന്നത്. സദാത്മേകത്വം അത് തന്നെയാണ് ഈ ജീവഭാവത്തിൽ ഇരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് മനസ്സിലാക്കിയാലും അടുത്ത് മറ്റ് ചിന്തകളിലേക്ക് വരുന്നു, വ്യവഹാരങ്ങളിൽ വരുന്നു. അത് മറന്നുപോകുന്നു. മറന്നു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മിക്കേണ്ടി വരും. കാരണം ആത്മബോധമാണല്ലോ നമുക്ക് വേണ്ടത്. ജ്ഞാനം, ആത്മജ്ഞാനം. വാക്യം ശ്രവിച്ചു, ബോധ്യപ്പെട്ടു, മറന്നുപോയാൽ പിന്നെ എന്താണ് വരുന്നത്? ആത്മജ്ഞാന സ്മൃതി സന്തതി, ആത്മജ്ഞാന സ്മരണ, അത് നിലനിൽക്കണം. സ്മൃതി സന്തതി എന്ന് പറഞ്ഞാൽ സ്മൃതി പ്രവാഹം. ഇടയ്ക്കിടയ്ക്കെല്ലാം മറ്റ് വിചാരങ്ങൾ വന്നു ഈ ഉണ്ടായ ബോധം നഷ്ടപ്പെട്ടാലും വീണ്ടും അതിനെ സ്മരിക്കണം. അത് ശ്രവണവിജ്ഞാനമാത്ര അർത്ഥാന്തരത്വം. അത് കേവലം ശ്രവണം കൊണ്ട് മാത്രം സാധിക്കത്തില്ല. എന്നുവെച്ചാൽ അതിന് വീണ്ടും ആ ജ്ഞാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി മനന നിധ്യാസനങ്ങൾ, ധ്യാനം അത് ചെയ്യണം. അതിനെ തന്നെ ധ്യാനിക്കണം. ആദ്യം കേട്ട ശ്രുതിവാക്യത്തിന്റെ താല്പര്യത്തെ വീണ്ടും ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ സ്മൃതി സന്തതി, സ്മൃതി പ്രവാഹം മനസ്സിൽ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അത് ഒരാളത് മനസ്സിൽ നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ്. വാക്യജനിത ആത്മജ്ഞാന സ്മൃതി സന്തതി ശ്രവണവിജ്ഞാനം മാത്ര. അതിന് ശ്രവണവിജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ബോധമുണ്ടായത്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്മരണയാണ്. സാളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ധ്യാനിക്കാൻ പറഞ്ഞു. ഗുരു പറഞ്ഞു ശിഷ്യനോട്. ശിഷ്യൻ മനസ്സിലാക്കി എങ്ങനെ ഈ സാളഗ്രാമം ഇത് ശരിക്കും വിഷ്ണു തന്നെ. അത് കഴിഞ്ഞ് ആ സാളഗ്രാമത്തെ വിഷ്ണുവായി എങ്ങനെ ധ്യാനിക്കുന്നു? ഗുരു പറഞ്ഞതിനെ സ്മരിക്കുന്നു. പറഞ്ഞ വാക്യത്തെ സ്മരിച്ചുകൊണ്ട് അതിനെ തന്നെ ധ്യാനിക്കുന്നു. ആ സ്മരണ തന്നെയാണ് അവിടെ ധ്യാനം. എന്തുകൊണ്ട് സ്മരിക്കാൻ കഴിയുന്നു? കാരണം പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. ഗുരു പറഞ്ഞു ഇത് വിഷ്ണുവാണ്. അതവന് പറഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം ഗുരുവിൽ ശ്രദ്ധയുള്ളതുകൊണ്ട് അവൻ ഗുരു തന്നെ വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് നമുക്ക് കരുതുന്നില്ല. ഗുരു എന്തു പറഞ്ഞു സത്യമാണ്. പക്ഷെ അത് സദാസമയം ഇത് സാളഗ്രാമമാണെന്നുള്ള, സാളഗ്രാമം വിഷ്ണുവാണെന്നുള്ള ബോധം എൻ്റെ ഉള്ളിലില്ല. അതുകൊണ്ട് ഗുരു എന്താണോ അവനെ മനസ്സിലാക്കിയത് അതിനവൻ വീണ്ടും സ്മരിക്കുന്നു. അങ്ങനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യത്നം, അല്ലെങ്കിൽ അതിങ്ങനെ സ്മരിച്ചുകൊണ്ടുള്ള മാനസികമായ യത്നം, അതാണ് ധ്യാനം. അതുപോലെ തത്വമസിയിൽ നിന്നും ഉണ്ടായ സദാത്മേകത്വ ജ്ഞാനം,
അത് മറ്റു കാര്യങ്ങൾ കൊണ്ട് അതിന് ഭംഗം വരുമ്പോൾ വീണ്ടും ആ ഉപദേശത്തിൽ നിന്നുണ്ടായ ആ ജ്ഞാനത്തെ സ്മരിക്കുക. താൻ അതാണ്. അതിന് ധ്യാനം ആവശ്യമാണ്, അല്ലെങ്കിൽ ധ്യാനം അതാണ്. അങ്ങനെ അനുഭവത്തെ സ്മരിക്കുന്നത് ഇത് ചെയ്യുന്ന ശരിയല്ല. അർത്ഥപ്രാപ്തത്വ അതിന്റെ ആവശ്യമില്ല. അതാ അങ്ങനെ അല്ലാതെ തന്നെ അത് പ്രാപ്തമാണ്. എങ്ങനെ? യദൈവ ആത്മപ്രതിപാദക വാക്യശ്രവണാത് ആത്മവിഷയം വിജ്ഞാനം ഉത്പദ്യതേ തദൈവ തദുത്പദ്യമാനം തദ്വിഷയം മിഥ്യാജ്ഞാനം നിവർത്തയതേ ഉത്പദ്യതേ. ആത്മവിഷയം മിഥ്യാജ്ഞാനം നിവർത്തൂച തത്പ്രഭവ സ്മൃതയോ ന ഭവന്തി സ്വാഭാവികോ അനാത്മവസ്തുഭേദ ദുഃഖ അശുദ്ധ്യാദി ബഹുദോഷവത്വാ ആത്മവസ്തുനശ്ച തദ്വിലക്ഷണത്വാ തസ്മാത് അനാത്മവിജ്ഞാന സ്മൃതീനാം ആത്മത്വ അവഗതേർ അഭാവപ്രാപ്തി പരിശേഷ്യാത് ആത്മൈകത്വ വിജ്ഞാന സ്മൃതി സന്ധതേർ അർത്ഥദേവ ഭാവാൻ ന വിധേയത്വം. അതിനുവേണ്ടി ധ്യാനിക്കേണ്ട ആവശ്യമില്ല. തത്വമസിയുടെ താല്പര്യം ശരിയായി ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ബോധമുണ്ടെങ്കിൽ പിന്നെ അയാൾക്കതിന് മറിച്ചൊരു ബോധം ഉണ്ടാകത്തില്ല. എന്നാലും പിന്നെ അതിനെ ബലം പ്രയോഗിച്ച് സ്മരിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതെന്താണ് ബോധിപ്പിക്കുന്നത്? സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. മറ്റേതെങ്കിലും ഒരു വിഷയത്തെയാണ് നമ്മൾ ബോധിക്കുന്നതെങ്കിൽ അത് ശരിയാണ്, അത് മറന്നുപോകും. ഒരു മന്ത്രം, അത് എന്നും ജപിക്കേണ്ട മന്ത്രമാണ്. കുറച്ച് ദിവസം ജപിക്കാതിരുന്നാൽ അത് മറന്നുപോകും. ലളിതാ സഹസ്രനാമം കുറച്ച് ദിവസം ജപിക്കാതിരുന്നാൽ അത് മറന്നുപോകും. കാരണം അത് ആവർത്തിക്കുന്ന, ആവർത്തി രൂപത്തിലുള്ള അനുഷ്ഠാനത്തിനുള്ള ഒരു ശബ്ദമാണ്. അതിന് നമ്മൾ ആവർത്തിയിലൂടെ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുന്നതാണ്. അത് ആവർത്തിക്കാതിരുന്നാൽ മറന്നുപോകും. എന്നുള്ളതെല്ലാം അന്യവിഷയങ്ങളാണ്. തന്നിൽ നിന്നും അന്യമായ വിഷയങ്ങൾ ഏതായാലും ശരി, എത്ര പുസ്തകങ്ങൾ പഠിച്ചാലും മനഃപ്പാഠം ചെയ്താലും അതൊക്കെ മറക്കാം, ബുദ്ധിയിലൊന്നും നിൽക്കത്തില്ല. തത്വമസി അങ്ങനെ ഒരു കാര്യം നമ്മുടെ ബുദ്ധിക്ക് വിഷയമായ ഒരു കാര്യത്തെ അല്ല ബോധിപ്പിക്കുന്നു. അതാണ് മറ്റുള്ള അറിവും അതിന്റെ ഓർമ്മയും ഇതും തമ്മിലുള്ള വ്യത്യാസം. തത്വമസി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. ആ സ്വസ്വരൂപം നിത്യാപരോക്ഷമായതാണ്. അത് സദാ പ്രകാശിക്കുന്നതാണ്. ആ സ്വസ്വരൂപത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, സ്വസ്വരൂപം ഇന്നതാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, അതൊരുവൻ ബോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിസ്മരണം സംഭവിക്കുന്നില്ല. കാരണം സ്വസ്വരൂപത്തെ എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? ബോധിച്ചു കഴിഞ്ഞാൽ അത് അന്യമല്ലല്ലോ. അടുത്ത് വാർത്തകാരൻ പറയും, ഇവിടെ സ്മൃതി അല്ലെങ്കിൽ വിസ്മൃതി ഇത് രണ്ടും തന്നെ സംബന്ധിച്ച് ഇത് രണ്ടും അവിടെ ഇല്ല. എന്താ, എപ്പോഴെങ്കിലും തനിക്ക് തന്നെ സ്മരിക്കേണ്ട ആവശ്യം വരാറുണ്ടോ? ഇല്ല. നമ്മൾ സ്മരിക്കുന്ന എന്താണ്? ബാഹ്യമായ അന്യമായ വിഷയങ്ങളെയാണ്. തന്നെ ഓർക്കേണ്ട ആവശ്യം വരാറില്ല. എല്ലാം മറക്കാറുണ്ട്, തന്നെ മറക്കാറില്ല. പരമാർത്ഥത്തിൽ അവിടെ ഇത് സ്വയം പ്രകാശിക്കുന്ന ഒന്നായതുകൊണ്ട് അതിനെ മറക്കാനോ ഓർക്കാനോ
അതിന്റെ ആവശ്യം സംഭവിക്കുന്നില്ല, അത് വേണ്ടി വരുന്നില്ല. എന്തിനാണ് നമ്മൾ മറക്കുന്ന വിഷയങ്ങളെ? ബോധത്തിന്റെ വിഷയങ്ങളെ മറക്കുന്നു, ബോധത്തിന്റെ വിഷയങ്ങളെ ഓർക്കുന്നു. അത് സംഭവിക്കുന്നു. ബോധത്തെ ഇനി ബോധത്തെ ഓർത്താൽ ആരാ ഓർക്കുന്നത്? ഓർക്കുന്ന ആരാ? ബോധത്തെ ഓർക്കാൻ മറ്റൊരു ബോധമുണ്ടോ? ബോധത്തെ വിസ്മരിക്കാൻ മറ്റൊരു ബോധമുണ്ടോ? ഇല്ലല്ലോ. മറിച്ച് വിഷയസംബന്ധിയായ അറിവുകളെയാണ് സ്മരിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്നത്. അതിന് അടുത്ത് വാർത്തകാരൻ പറയും, ഇവിടെ സ്മൃതി വിസ്മരണം അങ്ങനെ ഒന്നില്ല. അങ്ങനെയാണ് ഇതിനെ ബോധിപ്പിക്കുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്നത് അങ്ങനെയാണ്. സ്മരിക്കാനോ വിസ്മരിക്കാനോ കഴിയാത്ത സ്വസ്വരൂപം എന്നാ ബോധിപ്പിക്കുന്നു. പിന്നെ അതിൽ സ്മരണം വിസ്മരണം അതങ്ങനെ സംഭവിക്കും. ആ രീതിയിലാണ് അതിനൊരാൾ ഗ്രഹിച്ചതെന്നെങ്കിൽ, ആത്മതത്വത്തെ സ്വസ്വരൂപമായിട്ടാണ് ഗ്രഹിച്ചതെങ്കിൽ അത് സ്മൃതി വിസ്മൃതി രണ്ടിനും കാരണമായിരിക്കുന്നതാണ്. അതിലാണ് സ്മൃതിയും വിസ്മൃതിയും എല്ലാം സംഭവിക്കുന്നത് എന്നതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തി, മിഥ്യാജ്ഞാനം അത് നശിക്കുന്നു. ഇത് ഓർക്കേണ്ടതാണ്, ഇത് വിസ്മരിക്കാതെ നിലനിർത്തേണ്ടതാണ്. ഇതൊക്കെയാണ് മിഥ്യാജ്ഞാനം. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള മിഥ്യാജ്ഞാനം ഇതവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നു. പിന്നെ എന്താ സ്മൃതി എന്ന് പറയാൻ? പിന്നെ എന്താ ഉള്ളത്? ഇതിന്റെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം തന്നെ. എന്താണ് സ്മൃതി? മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാകാം, നാനാ വിഷയങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. പക്ഷെ സ്വസ്വരൂപത്തെ സംബന്ധിച്ച് സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം തന്നെ എന്താണ്? ഇത്തരം മിഥ്യാജ്ഞാനങ്ങളുടെ നിവൃത്തിയാണ്. ആത്മവിഷയ മിഥ്യാജ്ഞാന നിവൃത്തു. അതാണ് യഥാ ഇവ ആത്മപ്രതിപാദക വാക്യശ്രവണ, സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യം. അവിടെ തെറ്റിദ്ധാരണ ഒരു ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിനെയാണ് ബോധിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടതാണ്, താൻ പഠിക്കേണ്ടതാണ്, അതിനെ ധ്യാനിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് മനനം ചെയ്യേണ്ടതാണ്. ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ സ്മരണ വിസ്മരണങ്ങളെല്ലാം സംഭവിക്കും. ശ്രുതി അങ്ങനെയല്ല, സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. നിന്റെ വാസ്തവ സ്വരൂപം ഇന്നതാണ്. എന്തുകൊണ്ടങ്ങനെ ബോധിപ്പിക്കേണ്ടി വരുന്നു? ഞാൻ എന്നതാണ്? ഈ ശരീരമാണ്. ഈ ശരീര സംബന്ധിയായി പുരുഷനാണ്, സ്ത്രീയാണ്, ശിശുവാണ്, യുവാവാണ്, വൃദ്ധനാണ്. ഇത്തരത്തിലുള്ള ബോധങ്ങളാണ് ഇരിക്കുന്നത്. ഇതിനെ ആരും ബോധിപ്പിച്ചു തരേണ്ട കാര്യമില്ല. മറിച്ച് ഇത്തരം ബോധങ്ങളെല്ലാം നിഷേധിക്കുന്ന ആത്മബോധത്തെ, ആത്മപ്രതിപാദക വാക്യശ്രവണ, അതിനെ വ്യക്തമാക്കുന്ന വാക്യശ്രവണം, തത്വമസ്യാദി വാക്യങ്ങളുടെ ശ്രവണം, ഉപനിഷത് ശ്രവണം, അദ്വൈത ആത്മതത്വശ്രവണം. അതുകൊണ്ട് ആത്മവിഷയം വിജ്ഞാനം ഉത്പദ്ധ്യത. അപ്പോൾ അവന് ബോധം വരുന്നു, താൻ ഇതുവരെ തന്നെ കുറിച്ച് ധരിച്ചിരുന്നതൊന്നും ശരിയില്ല. താൻ ഇതുവരെ തന്നെ കുറിച്ച് പുരുഷനാണെന്ന് ധരിച്ചു, അല്ലെങ്കിൽ സ്ത്രീയാണെന്ന് ധരിച്ചു, ഇപ്പോൾ ധരിക്കുന്നുണ്ട്. അതിനെല്ലാം അതീതമായിരിക്കുന്ന പരമാത്മവസ്തുവാണ് എന്ന് തന്നെ കുറിച്ച് ധരിച്ചു. അങ്ങനെ പരമാർത്ഥത്തെ ബോധിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തദേവ തദുത്പദ്യമാനം തദ്വിഷയം മിഥ്യാജ്ഞാനം നിവർത്തയദേവ ഉത്പദ്യതേ. അതുവരെ ഉണ്ടായിരുന്ന മിഥ്യാജ്ഞാനങ്ങളെ, തന്നെക്കുറിച്ച് മറ്റെന്തൊക്കെ അറിവാണ് ഉണ്ടായിരുന്നത്, തന്റെ സ്വരൂപത്തെക്കുറിച്ച്,
അതെല്ലാം നിവർത്തയ ദൈവ, അതിനെല്ലാം അത് നിവർത്തിപ്പിക്കുന്നു. അത് ഈ സ്വരൂപത്തെക്കുറിച്ച് ബോധിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ബോധിപ്പിച്ചാൽ ഇത് സംഭവിക്കത്തില്ല. കാരണം നീ ആരാണ്, പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ന ആരാണ് എന്നുവെച്ചാൽ തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. പിന്നെ കൂടുതൽ വിശദീകരിച്ച് ആരുടെ മകനാണ്, മകളാണ്, എവിടെയാണ് ജനിച്ചത്, ഓരോന്നിനും താൻ തന്നെ പരിചയപ്പെടുത്തുന്നു. ഇതൊന്നുമല്ല നീ ആരാണെന്ന് വാസ്തവത്തിൽ നിനക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നുമല്ലാതെ വാസ്തവത്തിൽ താൻ ആരാണ്? ഞാനിതൊക്കെയാണ്. ഇന്ന സ്ഥലത്ത് ജനിച്ചവൻ, പിന്നെ ഇന്ന പ്രത്യേകതകളുള്ളവൻ, ബുദ്ധിയുള്ളവൻ, ബുദ്ധിയില്ലാത്തവൻ, പലതരത്തിൽ. അതല്ല നിന്റെ വാസ്തവത്തിലുള്ള നിന്റെ സ്വരൂപം, അതറിയാമോ? ഇതൊന്നും അല്ലാതെ എന്നെക്കുറിച്ച് കൂടുതലായി അറിയില്ല, അത് അജ്ഞാനം. ഞാൻ എന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുന്നില്ല. ഞാൻ എന്തൊക്കെയാണോ അറിയുന്നത് അതാണ് എന്റെ വാസ്തവ സ്വരൂപമെന്ന് ധരിച്ചിരിക്കുന്നു. എന്റെ വാസ്തവ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നതാണ്, എന്നുള്ള അനുഭവമാണ് അജ്ഞാനം. നിന്റെ പരമാർത്ഥ സ്വരൂപം ഇതൊന്നുമല്ല എന്ന് ബോധിപ്പിക്കുന്നതാണ് ഞാൻ. ആ ജ്ഞാനം നിന്റെ പരമാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം ഈ മറിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് നിഷേധിച്ചേ പറ്റൂ. കാരണം ശ്രുതി അതങ്ങനെ ബോധിപ്പിക്കുന്നു. തത്വമസി, നീ സത്താണ്. അപ്പൊ അതുവരെ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണ്? ഇതൊന്നുമല്ലാതെ എനിക്ക് എന്നെക്കുറിച്ച് അറിയില്ല, എന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ അജ്ഞനാണ് എന്നുള്ള അജ്ഞാനാനുഭവം അവിടെ മാറുന്നു. മാറിയല്ലേ വഴി. കുറിച്ച് താൻ അസത്താണ് എന്ന് ബോധം വരുന്നു. ആ ആത്മസ്വരൂപ ബോധം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു എന്നുള്ളത് അനുഭവസിദ്ധമായ കാര്യമാണ്. അപ്പൊ പിന്നെ ഈ അനുഭവങ്ങളുള്ളതോ, സ്ത്രീ പുരുഷാദി അനുഭവങ്ങൾ, അവിടെ പറയുന്നതാണത് എന്റെ സ്വരൂപത്തെ അറിയാത്തതുകൊണ്ട് ഞാനങ്ങനെ ധരിച്ചതാണ് ഇതുവരെ. തത്വമസി എന്ന് ബോധിപ്പിച്ചപ്പോൾ മനസ്സിലായി എന്റെ വാസ്തവ സ്വരൂപം എന്നതാണ്. അത് അജ്ഞാനം കൊണ്ട്, മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു. സ്വരൂപത്തെ അറിയാത്ത അജ്ഞാനം കൊണ്ട് വന്നതാണ് ബാക്കിയുള്ള ജ്ഞാനങ്ങളല്ല, സ്ത്രീ പുരുഷാദി ജ്ഞാനമല്ല. സ്വരൂപത്തെ അറിയാതിരിക്കുക എന്ന് പറയുന്ന അജ്ഞാനം കൊണ്ട് വന്ന ഈ മിഥ്യാജ്ഞാനങ്ങൾ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അജ്ഞാനം നശിക്കുന്നു എന്നതാണ്. എന്റെ വാസ്തവസ്വരൂപം ഇന്നതാണ് എന്ന് പറയുന്നു. ഇത് യൗക്തിക ജ്ഞാനമല്ല, യുക്തി കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമല്ല. യൗക്തിക ജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു ജ്ഞാനം, യുക്തി കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു ജ്ഞാനം. അങ്ങനെ ഒരു യൗക്തിക ജ്ഞാനമല്ല തത്വമസി ഉപദേശിക്കുന്നു. അതെന്താണ്? പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. നിന്റെ പരമാർത്ഥം ഇന്നതാണ്. അവിടെ നീ യുക്തി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശ്രവണത്തിൽ യുക്തിയുടെ ആവശ്യമില്ല. ആ പരമാർത്ഥജ്ഞാനത്തെ ബോധിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പിന്നെ യുക്തി ആവശ്യം വരുന്നത്, മനനത്തിൽ. അപ്പോൾ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന, ഈ വിപരീത ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ മിഥ്യാജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ആ ജ്ഞാനം, ശ്രുതി ബോധിപ്പിക്കുന്ന ആ ജ്ഞാനം, അത് യഥാർത്ഥമായ അനുഭവമാണ്.
ഇതാണ്, നീ അസത്താണ്, തന്നെ സത്തായിട്ട് തന്നെ അറിയുന്നത്. അത് അജ്ഞാനത്തെയും അതിന് തുടർന്നു വരുന്ന മിഥ്യാജ്ഞാനത്തെയും നിവർത്തിപ്പിക്കുന്നു. മിഥ്യാജ്ഞാനങ്ങളെല്ലാം നിവർത്തിപ്പിക്കുന്നു. തന്നെ സംബന്ധിച്ച് ബാക്കി എന്തൊക്കെയാണോ ധരിച്ചിരുന്നത് അതൊന്നും പരമാർത്ഥമല്ല, താൻ ആ സദാത്മവസ്തുവാണ് എന്ന് ബോധിക്കുന്നു. അങ്ങനെ വരുന്നതുകൊണ്ട് അതാണ് യദേവ ആത്മപ്രതിപാദക വാക്യശ്രവണ ആത്മവിഷയം വിജ്ഞാനം ഉത്പത്തി. ആത്മവിഷയമായ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനം, യഥാർത്ഥമായ ജ്ഞാനം അതുണ്ടാകുന്നു. എന്താ അവിടെ പിന്നെ യുക്തി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നു? ഇല്ല, അത് അനുഭവം തന്നെയാണ്. പിന്നീടാണ് രണ്ടാമതാണ് യുക്തിയൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു അനുഭവത്തെ സംബന്ധിച്ച് സംശയം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് യുക്തിയുടെ ആവശ്യം വരുന്നത്. ഇത് പുസ്തകമാണ് എന്ന് ബോധിപ്പിച്ചു ഒരാൾ, മനസ്സിലായി പുസ്തകമാണ്. പക്ഷെ ആ ബോധമുണ്ടായതിന് ശേഷം പിന്നെ അവിടെ സംശയങ്ങൾ വരാം പലതരത്തിലും. ഇതെന്ത് പുസ്തകമാണ്, എന്തിനെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്, ആരുടേതാണ്, ഇത്തരത്തിൽ നാനാതരത്തിലുള്ള സംശയങ്ങൾ വരാം. അതിനെയൊക്കെ പരിഹരിക്കുന്നതിന് അവിടെ യുക്തി ആവശ്യമായിട്ട് വരാം. പക്ഷെ ഇവിടെ സ്വരൂപത്തെ ബോധിക്കുന്നിടത്ത് യുക്തിയുടെ ആവശ്യമില്ല. എങ്ങനെയാണോ ശ്രുതി ബോധിപ്പിക്കുന്നത് അവൻ അങ്ങനെ തന്നെ ഗ്രഹിക്കുന്നു. തത്വമസി എന്ന് ശ്രുതി പറയുമ്പോൾ തത്വമസി അല്ല എന്നാണോ മനസ്സിലാക്കുന്നത്? അല്ലല്ലോ, തത്വമസി എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. നിന്റെ സ്വരൂപം പരമാർത്ഥ സത്താണെന്ന് പറഞ്ഞാൽ എന്റെ സ്വരൂപം പരമാർത്ഥ സത്തല്ല എന്നാരെങ്കിലും മനസ്സിലാക്കും. മറിച്ചൊരു ജ്ഞാനത്തിനൊരു പ്രസക്തിയില്ലല്ലോ. ഒരു ശ്രോതാവ് എങ്ങനെയാണോ ഉപദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. ഇനി മറിച്ച് ഗ്രഹിക്കുന്നെങ്കിൽ അയാൾക്ക് ബുദ്ധിഭ്രമം എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് കാര്യം പറഞ്ഞാലും വിപരീതമായി ഗ്രഹിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു ശ്രദ്ധാലുവായ വേണ്ട യോഗ്യതകളൊക്കെയുള്ള ഒരുവനോട് ഉപദേശിക്കുകയാണ്, നീ ആ സത്താണ്. എങ്ങനെ ഉപദേശിച്ചോ അങ്ങനെ ഗ്രഹിക്കും, മറ്റൊരു തരത്തിൽ ഗ്രഹിക്കാൻ വഴിയില്ല. പറഞ്ഞല്ലോ, അത് ശബ്ദത്തിന്റെ സ്വഭാവമാണ്. വസ്തു എങ്ങനെയാണോ അങ്ങനെ ബോധിപ്പിക്കുക. മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണ് ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അതാ ശബ്ദത്തിന്റെ സ്വഭാവമാണ്, അതിനെ ബോധിപ്പിക്കുക എന്ന് പറയും. ഇത് മുന്നിലിരിക്കുന്ന വസ്തുവല്ല, തന്നെ സംബന്ധിച്ചാണ്, തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത്. ഇതിന് വിപരീതമായിട്ട് അങ്ങനെ ഗ്രഹിക്കും. നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, സർവസാക്ഷിയായ ചൈതന്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഗ്രഹിക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും തരത്തിലൊരാൾക്ക് ഗ്രഹിക്കാൻ കഴിയുമോ? എങ്ങനെ ബോധിപ്പിക്കുന്നു അങ്ങനെ അവൻ ഗ്രഹിക്കുന്നു. യുക്തിയല്ല, ഇത് അനുഭവമാണ്. ഒരു കാര്യത്തെ ബോധിപ്പിക്കുമ്പോൾ അതേപോലെ അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അനുഭവമാണ്, ശ്രോതാവിന്റെ അനുഭവമാണ്. വിശേഷിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ചാവുമ്പോൾ അത് അനുഭവം അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിലെ അനുഭവമില്ലെന്ന്. പിന്നെന്താ അനുഭവം എന്ന് പറയുന്നു? വേറെന്താ അനുഭവം എന്ന് പറയുന്നു? എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണെന്ന് പറഞ്ഞു, ഇന്നതാണ് ഞാൻ ധരിച്ചു. ഇതനുഭവം അല്ലെങ്കിൽ പിന്നെ വേറെന്താ അനുഭവം? പിന്നെ നമ്മൾ അനുഭവമല്ലെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ണുകൊണ്ട് കണ്ട അതിനെ അനുഭവം എന്ന് പറയും, ചെവി കൊണ്ട് കേട്ട അതിനെ അനുഭവം എന്ന് പറയും. ഗ്രാഹ്യമായതിനാണ് നമ്മൾ അനുഭവം എന്ന് ധരിച്ചിരിക്കുന്നത്. ഇന്ദ്രിയഗ്രാഹ്യമായ ഒന്നല്ല ഇത്.
അതുകൊണ്ട് ഇന്ദ്രിയഗ്രാഹ്യമായ അനുഭവം അതിവിടെ പ്രതീക്ഷിച്ചാൽ നമുക്ക് ഇത് അനുഭവമല്ല, ഇത് മറ്റെന്തോ ആണ്. അത് ഇന്ദ്രിയഗ്രാഹ്യമല്ല. അതുകൊണ്ട് ശ്രുതി ബോധിപ്പിക്കുന്നത് ആണെന്ന് പറഞ്ഞു എന്താണ്? ഒരു പദാർത്ഥ ജ്ഞാനമുള്ളവൻ പറയുന്നത് ഗ്രഹിക്കുന്നതിന് കെൽപ്പുള്ളവന്, ശേഷിയുള്ളവൻ. അത് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അതാണ് അനുഭവം. അത് അതുവരെ ഉണ്ടായിരുന്ന മിഥ്യാജ്ഞാനങ്ങളെല്ലാം നിവർത്തിപ്പിക്കുന്നു. തദേവ ആത്മപ്രതിപാദക വാക്യശ്രണോ ആത്മവിഷയം വിജ്ഞാനം ഉത്പദ്യത്തെ തദേവ തദുത്പദ്യമാനം തദ്വിഷയം മിഥ്യാജ്ഞാനം നിവർത്തയ ദേവ ഉത്പത്തി. രണ്ടും കൂടി ഒരുമിച്ചിരിക്കത്തില്ല. അതെങ്ങനെയായിരിക്കും? നീ ആ പരമാർത്ഥ വസ്തുവാണ്. ശരി, ആ പരമാർത്ഥ വസ്തുവാണ്. പിന്നെ എന്തല്ല ശരീരം, എന്താ മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോധം ഉണ്ടാവും. ഞാൻ സദാത്മാവാണ്, അതേസമയം ശരീരവുമാണ്. ഈ രണ്ടു ബോധം ഉണ്ടാകത്തില്ലല്ലോ. യഥാ എന്ന് പറഞ്ഞത് വാക്യശ്രവണ കാല ഏവ, വാക്യത്തെ ശ്രവിക്കുന്ന കാലത്ത് ഏതൊരു ബോധമാണ് ഉണ്ടാകുന്നത്, ആ ബോധമില്ലാതെ രണ്ടാമതൊരു ബോധം അവിടെ ഇരിക്കാൻ പറ്റില്ല. എന്നാൽ മറ്റ് അതുവരെ ഉണ്ടായിരുന്നു പല ബോധം, ആ ബോധങ്ങളെല്ലാം നിഷേധിക്കുന്നതാണ്. അതാണ് യദേവ ആത്മപ്രതിപാദക വാക്യശ്രവണാത് ആത്മവിഷയം വിജ്ഞാനം ഉത്പദ്യതേ തദൈവ തദുത്പദ്യമാനം തദ്വിഷയം മിഥ്യാജ്ഞാനം നിവർത്തയതേവ ഉത്പദ്യതേ. അതുവരെ തന്നെ സംബന്ധിച്ചുണ്ടായിരുന്ന മിഥ്യാജ്ഞാനങ്ങളെ എല്ലാം നിവർത്തിപ്പിച്ചുകൊണ്ടാണ് ആ ജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരാൾ ഗ്രഹിക്കുകയാണെങ്കിൽ തന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് നേതി ശരീര മനോബുദ്ധികളൊന്നുമല്ല എന്നിങ്ങനെ നിഷേധിച്ചിട്ട്, മറിച്ചായാൽ എന്താണ്? താൻ തന്നെയാണ് സർവാത്മകമായിരിക്കുന്നത്. സർവാത്മഭാവത്തെ ഗ്രഹിച്ചാലും അങ്ങനെ അതുവരെയുള്ള ഭേദബുദ്ധിയെ നിഷേധിച്ചിട്ടായിരിക്കും ആ ബോധം ഉണ്ടാകുന്നത്. ശ്രുതിയിൽ നിന്ന് ആത്മവിഷയ മിഥ്യാജ്ഞാനം നിവർത്തിവച്ച തത്പ്രഭവ സ്മൃതിയോ ന ഭവന്തി. അങ്ങനെ സ്വസ്വരൂപത്തെ ഒരാൾ ബോധിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ആത്മാവെന്ന് പറഞ്ഞാൽ സ്വരൂപമെന്ന് ബോധിച്ചാൽ ഇത് സംഭവിക്കും. ആത്മാവെന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, താൻ പ്രാപിക്കേണ്ടതായ അന്യമായ ഒരു വസ്തുവാണ് എന്നൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിക്കത്തില്ല. സ്വരൂപമെന്ന് കാണിക്കാനാണ് ആത്മശബ്ദം പ്രയോഗിക്കുന്നത്. തത്വമസി, നീ അതെന്നാ ബോധിപ്പിക്കുന്നു. പറയുന്നത് നിന്റെ സ്വരൂപം അതെന്നാണ്. എന്താണ്? ആത്മവിഷയ മിഥ്യാജ്ഞാനം നിവർത്തവും. അങ്ങനെ തന്നെ സംബന്ധിച്ചുള്ള മിഥ്യാജ്ഞാനങ്ങൾ നിവർത്തിച്ചു. താൻ സ്ത്രീയാണ്, പുരുഷനാണ്, വൃദ്ധനാണ്, യുവാവ് തുടങ്ങി വിദ്വാനാണ്, അവിദ്വാനാണ് തുടങ്ങിയ സങ്കല്പങ്ങൾ, ആ ബോധം ഇതെല്ലാം അവിടെ നിവർത്തിപ്പിക്കുന്നു. അത് നിവർത്തിക്കാതെ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ലല്ലോ. ശ്രുതി ബോധിപ്പിക്കുന്ന ബോധം അത് യൗക്തികമായ ജ്ഞാനമോ പരോക്ഷമായ ജ്ഞാനമോ ഒന്നുമല്ല. അതിനെ ബാധിക്കാൻ മറ്റ് ജ്ഞാനങ്ങളൊന്നുമില്ല. സ്വയം ബോധിക്കുന്ന കാര്യമാണ്. ശ്രുതി ബോധിപ്പിക്കുന്നു, സ്വയം ബോധിക്കുന്നു. ഇതാണ് തന്റെ വാസ്തവസ്ഥിതി എന്നതാണ്, തന്റെ പരമാർത്ഥസ്ഥിതി എന്നതാണ് എന്ന് തന്നെ ബോധിക്കുന്നു. ആത്മവിഷയ മിഥ്യാജ്ഞാനം നിവർത്തവും. മിഥ്യാജ്ഞാനം നിവർത്തിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന മറ്റ് ജ്ഞാനങ്ങളെല്ലാം നിവർത്തിക്കുന്നു. മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് മറ്റ് വിപരീത ജ്ഞാനങ്ങളെല്ലാമാണ് മിഥ്യാജ്ഞാനം. തത്പ്രഭവ സ്മൃതയോ ന ഭവന്തി. എപ്പോഴാണോ ഒരുവൻ അങ്ങനെ ഒരു ആത്മബോധം ഉണ്ടാകുന്നത്,
ആ മിഥ്യാജ്ഞാന നിമിത്തമായ സ്മൃതി ഉണ്ടാകുന്നില്ല. സ്മൃതി എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ ഒരു ആനയെ കണ്ടു, ഇന്ന് പറയുന്നു ഞാൻ ഇന്നലെ ഒരു ആനയെ കണ്ടു, ഇതാണ് സ്മൃതി. ഇന്നലെ ആനയെ കണ്ടിട്ട് ഇന്ന് പറഞ്ഞാൽ അത് സ്മൃതിയാകും. ഇന്നലെ ഞാൻ ഒരു ആനയെ കണ്ടു. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നു നീ ആ പരമാർത്ഥ വസ്തുവാണ്. അത് ഒരുവൻ തന്നെ കുറിച്ച് അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പുരുഷനായിരുന്നു, ഇന്ന് ഞാൻ ആത്മാവ്, ഇന്ന് ആത്മാവായിരിക്കുന്ന ഞാൻ ഇന്നലെ പുരുഷനായിരുന്നു അല്ലെങ്കിൽ സ്ത്രീയായിരുന്നു, അങ്ങനെ സ്മരിക്കാൻ കഴിയും. അത് കഴിയത്തില്ലല്ലോ, അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ലല്ലോ. എന്തുകൊണ്ട്? അത് ശരിയാണ്, ഇന്നലെ വരെ താൻ തന്നെ കുറിച്ച് പുരുഷനായി ധരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ശ്രുതി പറയുന്നു നീ അതല്ല, നീ പരമാത്മവസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പരമാത്മവസ്തുവാണ്, ഇന്നലെ ഞാൻ പുരുഷനായിരുന്നു. അങ്ങനെയാണ് ബോധം വരുന്നതല്ല. ശ്രുതി എന്ന് ബോധിപ്പിക്കുന്നു നീ സദാ ആ പരമാത്മവസ്തുവാണ്. ഇങ്ങനെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ലാത്ത ആ പരമാത്മവസ്തുവാണ്. ഇന്നലെ അതായിരുന്നു, ഇന്നും അതാണ്, നാളെയും അതാണ്, ദേശകാലാതീതമായി അതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മറിച്ചായിരുന്നു എന്നുള്ള ഒരു വാസ്തവ സ്മൃതി ഇന്ന് എങ്ങനെ വരും? അങ്ങനെ വരാൻ വഴിയില്ല. ഇന്നലെ ആനയെ കണ്ടാൽ ഇന്ന് ഓർക്കുമ്പോൾ ശരി ഇന്നലെ ഞാൻ ആനയെ കണ്ടു എന്ന് ഓർമ്മിക്കുന്നു. നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. എന്താണ്? ഇന്നലെ ഞാൻ ആനയെ കണ്ടില്ല, അത് നിഷേധിക്കാൻ കഴിയില്ല. അതാണ് സ്മൃതിയുടെ പ്രത്യേകത. കണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, ഇന്നലത്തെ അനുഭവത്തെ നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്മൃതി വീണ്ടും വരുന്നില്ലെന്ന് പറയുന്നത്. ഇന്നലെ ആനയെ കണ്ട കാര്യം നിഷേധിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇന്ന് വീണ്ടും അത് സ്മരിക്കാൻ കഴിയും. ഇന്നലെ കണ്ടു, അതിന് മുമ്പ് കണ്ടു, അത് നിഷേധിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അതൊരു വിഷയമാണ്, തന്റെ ഒരു വിഷയമാണ്. തനിക്ക് നാനാ വിഷയങ്ങളുണ്ട്. അത് പൂർവ്വകാലത്തിലുണ്ട്, വർത്തമാനകാലത്തിലുണ്ട്, ഭാവിയിൽ ഇനി ഉണ്ടാകും. ആ വിഷയങ്ങളൊന്നും താനല്ല, തന്നിൽ നിന്ന് അന്യമാണ്. അതിനെ സംബന്ധിച്ച് സ്മരണം, വിസ്മരണം എല്ലാം ഉണ്ടാകും. ശ്രുതി ബോധിപ്പിക്കുന്ന ഈ സ്വരൂപത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണ്? കാലദേശാതീതമായാണ് ബോധിപ്പിക്കുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ. അത് അനാത്മമായ, തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെയും ബോധിപ്പിക്കുന്നില്ല. തന്റെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ആ സ്വസ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ താൻ അതാണെന്ന് ധരിച്ചാൽ പിന്നെ ഇന്നലെ ഞാൻ മറിച്ചായിരുന്നു, ഇന്ന് ഞാൻ മറിച്ചായതാണ്, അങ്ങനെ സ്മരിക്കാൻ കഴിയും. അങ്ങനെ ബോധിപ്പിക്കുന്നില്ലല്ലോ, ബോധിച്ചാലേ അത് സ്മരിക്കാൻ കഴിയും. ശ്രുതി അങ്ങനെ ബോധിപ്പിച്ചെങ്കിൽ ശരി, ഇന്നലെ വരെ നീ പുരുഷനായി, ഇന്നും വരെ നീ ആത്മാവായി എന്ന് ബോധിപ്പിച്ചാൽ ശരി. ഇന്നലെ വരെ നീ ഒരു മൃഗമായിരുന്നു, ഇന്ന് മനുഷ്യനായി എന്ന് ബോധിപ്പിച്ചാൽ ശരി. അങ്ങനെയല്ല സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത്. ആ സ്വസ്വരൂപത്തെ ബോധിക്കുന്നവന് മറിച്ച് മിഥ്യാജ്ഞാന സ്മൃതികൾ ഉണ്ടാകത്തില്ല. അത് ബോധിക്കുന്നവന് അതാണ് ശരിയായിട്ടുള്ള ബോധം, യഥാർത്ഥ ബോധം. അതാണ് ആത്മവിഷയ മിഥ്യാജ്ഞാനം നിവൃത്തി വെച്ച. കാരണം അതവനില്ലാതായി. പുരുഷനും സ്ത്രീയും ഒന്നുമല്ല എന്നുള്ള ബോധവനുണ്ടാകുന്നു. തത്പ്രഭവ സ്മൃതിയോ ന ഭവന്തി. പിന്നീട് അത്തരം ഇതുണ്ടാകുന്നില്ല എന്നർത്ഥം. അത് ബോധിച്ചില്ലെങ്കിൽ ഉണ്ടാകും.
എന്താണ് ശ്രുതി തന്നെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അത് താൻ ബോധിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? താൻ ഇപ്പോഴും മിഥ്യാജ്ഞാനത്തിലാണ്. അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ എല്ലാ ദിവസവും ശിവ കേവലോഹം എന്ന് പാടിക്കൊണ്ടിരുന്നിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ അപ്പോഴും ബോധിക്കുന്നില്ല. സ്ത്രീയല്ല, പുരുഷനല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ബോധിക്കുന്ന കാര്യം പറയുകയാണ്. അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ തത്പ്രഭവ സ്മൃതിയോന ഭവന്തി. ഇത് സ്വാഭാവികോ അനാത്മവസ്തു ഭേദവിഷയ. മറ്റത് സഹജമായുള്ളതാണ്. ജനിച്ച് ഇന്ദ്രിയം, മനസ്സ്, ഇന്ദ്രിയങ്ങൾക്കെല്ലാം പ്രരൂഢമായ അവസ്ഥ എന്ന് വെച്ചാൽ അതിന് വളർച്ച വന്നു. അപ്പോൾ പ്രപഞ്ചത്തെ ഗ്രഹിക്കാൻ തുടങ്ങുന്നു, തന്നെക്കുറിച്ച് ഗ്രഹിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ബോധത്തിൽ സ്വാഭാവികമായി വന്നാണിതെല്ലാം. സ്ത്രീ പുരുഷ ഭേദവും മറ്റും നാമരൂപാത്മകമായി തന്നെ ഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അനാത്മവസ്തുഭേദ വിഷയ, അത് അനാത്മവസ്തുഭേദം അതിനെ വിഷയമാക്കുന്നതാണ്. അനാത്മവസ്തു ശരീരം തുടങ്ങിയ അനാത്മവസ്തു ഭേദം, അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഭേദബുദ്ധി വരുന്നത്. ആ ശരീരബോധത്തെ, ഈ ശരീരബോധത്തെ ആശ്രയിക്കുമ്പോൾ അവിടെ പുരുഷനാണ്, സ്ത്രീയാണ്, ഇന്നാരുടെ മകനാണ്, മകളാണ്, സഹോദരനാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, ഇത്തരത്തിലുള്ള ബോധങ്ങൾ വരുന്നു. എന്തുകൊണ്ട്? അനാത്മ വസ്തുഭേദ വിഷയമുണ്ട്. അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. കൃത്രിമമായിട്ട് അവർ ഉണ്ടാക്കിയാൽ ബോധം വന്നപ്പോൾ അത് ഇതിനോടൊപ്പം വന്നു. ജന്മത്തെ എടുക്കുകയാണെങ്കിൽ ജനിച്ചതിന് ശേഷം ഇന്ദ്രിയങ്ങളെല്ലാം വളർച്ചയെ പ്രാപിച്ചപ്പോൾ അങ്ങനെ ബോധം വരുന്നു. അല്ലെങ്കിൽ അത് അനാദിയായി ജന്മജന്മാന്തരങ്ങളിലും ഇതുപോലെ ബോധം ഉണ്ടായിരുന്നു എന്നും പറയാം. അത് സ്വാഭാവികമായി വരുന്ന, അത് സ്വാഭാവികമെന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്തുകൊണ്ടാണ്? അത് ശ്രുതിയിൽ നിന്ന് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന്, ഗുരുവിൽ നിന്നുണ്ടായ ജ്ഞാനമല്ല. അതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അത് സത്യത്തെ ആശ്രയിച്ചുണ്ടായ ജ്ഞാനമല്ല. അതുകൊണ്ടാണ് അതിന് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്. അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ തന്നെക്കുറിച്ച് വിശേഷ ജിജ്ഞാസ ഉണ്ടാകുന്ന അതുവരെ. എന്താണിത്? ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ബോധവും ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു? ഇത്തരത്തിലൊരാൾ ചിന്തിക്കുമ്പോൾ അവിടെ ശാസ്ത്രത്തിന്റെ ആവശ്യം വരുന്നു, ഗുരുവിന്റെ ആവശ്യം വരുന്നു. അതുവരെ നടക്കുന്നത് സ്വാഭാവികം. മറ്റത് ശാസ്ത്രീയം, സ്വാഭാവികമല്ലാത്തത് ശാസ്ത്രീയം. അപ്പൊ ശാസ്ത്രീയമായ ബോധം കൊണ്ട് സ്വാഭാവികമായ ബോധം അവിടെ ഇല്ലാതാകുന്നു. അവൻ ബോധിക്കുന്നു ഇതാണ് തന്റെ സ്വരൂപം എന്ന് അവൻ അറിയുന്നു. എന്താണ് ആത്മവിഷയം മിഥ്യാജ്ഞാനം നിവൃത്തൂജ തത്പ്രഭവ സ്മൃതിയോ ന ഭവന്തി സ്വാഭാവികോ അനാത്മവസ്തുഭേദ വിഷയ അനർത്ഥത്വ അവഗതി. അവന് അനർത്ഥത്വ ബോധം ഉണ്ടാകുന്നു. എങ്ങനെ വിശദീകരിക്കുന്നു? ആത്മാവഗതോ ഹി സത്യം അന്യത് വസ്തു അനർത്ഥത്വനവഗമ്യതേ അനിത്യ ദുഃഖ അശുദ്ധ്യാദി ബഹുദോഷവത്വാൻ ആത്മവസ്തുനശ്ച തദ്വിലക്ഷണത്വം. ഈ ശാസ്ത്രം തന്നെ, ഈ ശ്രുതി തന്നെ ആത്മാവിനെ എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്? തദ്വിലക്ഷണത്വ, സച്ചിദാനന്ദ സ്വരൂപമായി ബോധിപ്പിക്കുന്നു. മറിച്ച് തനിക്കിന്ന് നിലനിൽക്കുന്ന അനുഭവങ്ങൾ, ഇന്നുവരെ നിലനിന്ന അനുഭവങ്ങൾ, അതിനെ എങ്ങനെ ബോധിപ്പിക്കുന്നു? അനിത്യം
ദുഃഖം അശുദ്ധി അത് ബഹുദോഷവത്വ, അത് ബഹുദോഷമുള്ളതായിട്ടാണ് ബോധിപ്പിക്കുന്നത്. കാരണം മനസ്സതിൽ ആസക്തമായിരിക്കുന്നു, മനസ്സതിൽ മുഴുകിയിരിക്കുന്നു. അതിൽ നിന്ന് ആ മനസ്സിനെ മാറ്റി ആ മനസ്സിലാണ് ഈ പ്രകാശത്തെ ഉണ്ടാക്കേണ്ടത്. ഏതൊരു മനസ്സാണോ ഈ അനിത്യ ദുഃഖ അശുദ്ധി ആയ ഈ പ്രപഞ്ചത്തിൽ മുഴുകിയിരിക്കുന്നത്, ആ മനസ്സിനെ അതിൽ നിന്ന് മാറ്റണം. മാറ്റിയിട്ട് സ്വസ്വരൂപ ആഭിമുഖ്യമുള്ളതാക്കി മാറ്റണം. അതുകൊണ്ട് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ഇത് രണ്ടും ബോധിപ്പിക്കുന്നു. നിന്റെ സ്വരൂപം പരമാർത്ഥ സത്യമാണ്. ഇന്നുവരെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്വരൂപത്തെ എല്ലാം മറിച്ചത് അനിത്യ ദുഃഖ അശുദ്ധി തുടങ്ങിയ അനേക ദോഷങ്ങളുള്ളതാണ്. സ്വസ്വരൂപം ദോഷരഹിതമാണ്, സച്ചിദാനന്ദമാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. എന്താ സ്വസ്വരൂപ സച്ചിദാനന്ദം ഒന്നും ബോധിപ്പിച്ചാൽ പോരെ? ഇല്ല. കാരണം മനസ്സ് സച്ചിദാനന്ദത്തിൽ മുഴുകിയല്ല ഇരിക്കുന്നു. അതിനാൽ പിന്നെ ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അനിത്യ ദുഃഖ അശുദ്ധി അല്ലെങ്കിൽ അശുദ്ധി ആയിട്ടുള്ള പ്രപഞ്ചത്തിൽ മനസ്സങ്ങ് മുഴുകിയിരിക്കുകയാണ്. അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇത് ദുഃഖമാണ്, ഇത് അനിത്യമാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി മാത്രമാണ്. അങ്ങനെ മനസ്സതിൽ നിന്ന് പിന്മാറി അന്തർമുഖമായി, അതാണ് സാധന ചതുഷ്ടയം എന്നെല്ലാം പറയുന്നത്. ഇത് ശ്രവിക്കുന്നതിന് സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സ് അതിലെല്ലാം അങ്ങ് മുഴുകിയിരിക്കുകയാണെങ്കിൽ, ഈ മിഥ്യാജ്ഞാനങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് അതും ബോധിപ്പിക്കുന്നത് അനിത്യ അശുചി എന്നും ബോധിപ്പിക്കുന്നു. അപ്പോൾ എന്തോരുന്നു? ആത്മാവോതു ഈ സത്യം അന്യത് വസ്തു അനർത്ഥത്വനാകുമില്ല. ഇതെല്ലാം അനർത്ഥമാണെന്ന് മനസ്സിലാക്കുന്നു. ആത്മവസ്തുനിഷ്ഠ തദ്വിലക്ഷണത്വ, സ്വസ്വരൂപത്തെ ഈ അനിത്യവസ്തുക്കളിൽ നിന്നും ഭിന്നമായും ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നതാണ് ആത്മബോധം. തസ്മാത് അനാത്മവിജ്ഞാന സ്മൃതീനാം ആത്മാവഗതേ അഭാവപ്രാപ്തി. ഈ ബോധം സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അനാത്മവിജ്ഞാന സ്മൃതീന, അനാത്മവിജ്ഞാന സ്മൃതികൾ, അതുകൊണ്ടല്ലോ അനാത്മവിജ്ഞാനം. അതുകൊണ്ട് തന്നെ സ്വസ്വരൂപമല്ലാതെ ഗ്രഹിക്കുന്നതാണ് അനാത്മവിജ്ഞാനം. തന്നെ ഈ ശരീരസംബന്ധിയായ സ്ത്രീ പുരുഷ ഭാവങ്ങളിലെല്ലാം ഗ്രഹിക്കുന്നതാണ് അനാത്മവിജ്ഞാനം. അനാത്മവിജ്ഞാനം ബോധം കുറച്ച കാലം പോലെ ശീലിച്ചു വരുന്നതാണ്. പൂർവ്വജന്മങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. വർത്തമാന ജന്മത്തിൽ അവിടെ മുതൽ ശീലിച്ചു വരുന്നു. അതിനെ സംബന്ധിച്ചുള്ള സ്മൃതികളുമുണ്ട്, അനാത്മവിജ്ഞാന സ്മൃതികൾ. തന്റെ ബാല്യം, കൗമാരം, യൗവനം, ഇതിനെക്കുറിച്ചുള്ള സ്മൃതികൾ വാർദ്ധക്യം വരെ പിന്തുടരുകയാണ്. അതെല്ലാം ശരീരസംബന്ധിയായ സ്മൃതികളാണ്. അതെല്ലാം ഇത് സത്യമാണെന്നുള്ള ബോധത്തിൽ നിന്നുണ്ടായ സ്മൃതിയാണ്. തനിക്ക് വാസ്തവത്തിലൊരു ബാല്യമുണ്ടായി, തനിക്ക് വാസ്തവത്തിലൊരു കൗമാരമുണ്ടായി, വാസ്തവത്തിലൊരു യൗവനമുണ്ട്. ഇത്തരത്തിൽ ഇതിലെല്ലാമുള്ള പരമാർത്ഥ ബുദ്ധി കൊണ്ടുണ്ടാകുന്നതാണ് അനാത്മവിജ്ഞാന സ്മൃതി. ഈ അനാത്മവിജ്ഞാന സ്മൃതി നാം ആത്മാവഗതേർ അഭാവപ്രാപ്തി. ഇതെങ്ങനെ നിലനിൽക്കും? ശ്രുതി ബോധിപ്പിക്കുന്നു, നീ ആ പരമാർത്ഥ സ്വരൂപമാണ്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ, താൻ പരമാർത്ഥ സ്വരൂപമാണെന്ന് ഒരാൾ ബോധിക്കുമ്പോൾ ഈ സ്മൃതികൾ എങ്ങനെ അവിടേക്ക് കടന്നു വരും?
ആ ബോധത്തിന് ഇതിന് കടന്നു വരാൻ കഴിയത്തില്ല. അഭാവപ്രാപ്തി എന്ന് പറയുന്നതാണ്. അതുവരെയുള്ളൂ. എപ്പോഴാണോ ഇങ്ങനൊരു ബോധം ഉണ്ടാകാതിരിക്കുന്ന അതുവരെ. അങ്ങനൊരു ബോധം സ്വസ്വരൂപത്തെക്കുറിച്ച് ഇന്നതാണെന്നൊരു ബോധം ഉണ്ടായാൽ ശ്രുതിയിൽ നിന്ന്, അതും ശ്രവണ സമകാലയവ, ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ. എത്ര ഒരാൾ വാശി പിടിച്ചാലും ശരി, ആ ബോധം ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയേ പറ്റൂ. കാരണം ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. രണ്ടും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒരാൾക്ക് തന്റെ സ്വരൂപത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ അത് ശ്രുതിയിൽ നിന്ന് തന്നെ ഉണ്ടാകണം. വേറെ ബോധം ഉണ്ടാകാൻ വഴിയില്ല. ഗുരു ഉപദേശിച്ചാൽ അത് ശ്രുതി തന്നെയാണ്. ശ്രുതിയുടെ താല്പര്യമാണ് ഗുരു ഉപദേശിക്കുന്നത്. അപ്പൊ ഗുരു ഉപദേശമെന്നോ ശ്രുതിയൊന്നോ പറയുന്ന ആ ശബ്ദശ്രവണത്തിൽ നിന്ന് ഗുരുവിന് എപ്പോഴാണോ ഈ ഒരു ബോധം ഉണ്ടാകുന്നത്, അപ്പോൾ ബാക്കിയുള്ള സർവ്വബോധങ്ങളും തൽക്കാലം മാറി നിന്നേ പറ്റും. രണ്ടും കൂടി തമപ്രകാശ വിരുദ്ധ സ്വഭാവയോ ഭാഷ്യകാരൻ പറഞ്ഞു. തമപ്രകാശങ്ങളെ പോലെ പരസ്പര വിരുദ്ധ സ്വഭാവമാണ്. ശ്രുതി ബോധിപ്പിക്കുന്ന നീ അകർത്താവാണ്, അഭോക്താവാണ്. എന്തുകൊണ്ട്? നിന്റെ സ്വരൂപം അതാണ്. ശരി, ശ്രുതി അങ്ങനെ ബോധിപ്പിച്ചാൽ അതിന് വിപരീതമായി ബോധിക്കാൻ പറ്റും. താൻ കർത്താവാണ്, ഭോക്താവാണ്. അങ്ങനെ ആരെങ്കിലും ധരിക്കാറുണ്ട്? അങ്ങനെ ആരും ധരിക്കാറില്ലല്ലോ. പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതങ്ങനെ ബോധിക്കാറുണ്ട്. രാമനോട് പറയുന്നു, നീ രാമനാണ്. അല്ല, ഞാൻ കൃഷ്ണനാണെന്ന് ബോധിക്കാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ട്? താൻ അതാണ്, രാമനാണ്. അതുകൊണ്ട് എനിക്ക് രാമനെന്നേ എന്നെ ബോധിക്കാൻ കഴിയും. അതുപോലെ ഇവിടെ ശ്രുതി നീ ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ മറിച്ചൊരു ബോധിക്കാൻ കഴിയത്തില്ല. വേറൊരു ബോധം അവിടെ വരത്തില്ല. പരിശേഷ്യ ആത്മീകത്വ വിജ്ഞാന സ്മൃതി സന്തതേർ അർത്ഥദേവ ഭാവ. ഫലത്തിൽ അവിടെ ഉണ്ട്. എന്താണ്? ആത്മേകത്വ വിജ്ഞാന സ്മൃതി. അതാണ് തത്വമസി, ആത്മേകത്വ വിജ്ഞാനം. അത് ഈ സൃഷ്ടി നടത്തിയ ആസത്ത്, അത് തന്നെയാണ് താൻ. അത് ആത്മേകത്വം, താൻ അതാണ്. മാത്രമല്ല, ഈ സൃഷ്ടിയിൽ കാണുന്ന സർവ്വതും ആ സത്ത് തന്നെ. രണ്ടു തരത്തിൽ. ആത്മീകത്വ വിജ്ഞാനം, ആ ബോധം വിജ്ഞാന സ്മൃതി സന്തതേഹി, അവിജ്ഞാന സ്മൃതി സന്തതി എന്ന് പറയുന്നു. അർത്ഥദേവഭാവ, അത് ഫലത്തിലവിടെയുണ്ട്. അർത്ഥാതെന്ന് വെച്ചാൽ ആ ഉപദേശം കൊണ്ട് തന്നെ അതവിടെ ഉണ്ട് എന്ന് പറയും. വിധേയത്വം, അതിനെ വിധിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നുവെച്ചാൽ അതിനെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നർത്ഥം. വിധി എന്ന് പറയുമ്പോൾ അത് ധ്യാനമാണ്, ഉപാസനയാണ്. അല്ലാതെ തന്നെ ശാസ്ത്രശ്രവണം കൊണ്ട് തന്നെ അത് ഉണ്ട്. ശാസ്ത്രം അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. രണ്ടു തരത്തിൽ ബോധിപ്പിക്കും. ഒന്നുകിൽ ഈ നേതി ഈ ശരീരാദികളൊന്നും നീയല്ല, അല്ലെങ്കിൽ സർവം ഖണ്ഡിതമ്മ, ഇതെല്ലാം നീയാണ്. അങ്ങനെ അത് ബോധിച്ചു കഴിഞ്ഞാൽ മറിച്ച് ഇതല്ല എന്ന് ബോധിപ്പിക്കാൻ വേറൊന്നുമില്ല. ശ്രുതിയാണ് അന്തിമമായ പ്രമാണം, ഏറ്റവും പ്രബലമായ പ്രമാണം. അത് ബോധിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്രമാണ് ഒരു ആസ്തികരെ സംബന്ധിച്ച്. മറിച്ചൊരു ബുദ്ധിക്ക് അവിടെ അവകാശമില്ല. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് അവന്റെ ശരിയായ ബോധം ഇത് തന്നെയായിരിക്കും.
താൻ ആ പരമാത്മ വസ്തുവാണ് എന്നുള്ള ബോധം തന്നെ. പിന്നീട് അതുകൊണ്ട് ഇവിടെ ആ ബോധത്തെ വിധിക്കേണ്ട കാര്യമില്ല. ആ ഒരു ബോധത്തെ ധ്യാനിക്കാൻ പറയേണ്ട കാര്യമില്ല. അതിന് മാറ്റം സംഭവിക്കുന്നില്ല. അതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ എങ്ങനെ സംഭവിക്കണം? ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കി തത്വമസി സദാത്മാവാണ് എന്ന് ബോധിച്ചു. ഇതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ ഇനി ഒരു ബോധം ഉണ്ടാവണം. ആ തത്വമസി, ഞാൻ ആ പരമാർത്ഥ വസ്തുവല്ല എന്ന് ആരെങ്കിലും ബോധിപ്പിക്കും. അങ്ങനെ ബോധിച്ചിട്ട് താൻ സ്വയം ബോധിക്കണം. അത് സംഭവിക്കില്ല. സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ തന്റെ സ്വരൂപത്തെയാണ് ബോധിച്ചിരിക്കുന്നത്. തന്റെ സ്വരൂപത്തെ തനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തുള്ള സർവത്തിനെയും നിഷേധിക്കാം. തന്റെ മനസ്സിനെയും ബുദ്ധിയും വരെ നിഷേധിക്കാം. തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. ശ്രുതി അതേ ബോധിപ്പിച്ചുള്ളൂ. നിന്റെ സ്വരൂപം അതിനാണ് ബോധിപ്പിച്ചത്. അപ്പൊ അതിന്റെ നിഷേധം സാധ്യമാകുന്നില്ല. ആത്മവിജ്ഞാന സ്മൃതി സന്തതി. വിജ്ഞാനവും സ്മൃതിയും എന്താ രണ്ടും പറഞ്ഞത്? തത്വമസി എന്ന് ബോധിപ്പിച്ചു. അയാൾ തത്വമസി എന്ന് ഗ്രഹിച്ചു. അത് വിജ്ഞാനം. ഇനി ശ്രുതി എങ്ങനെയാണ് തന്നെ ബോധിപ്പിച്ചതെന്ന് ചിന്തിച്ചാൽ പിന്നീട് അത് വിജ്ഞാന സ്മൃതി. ശ്രുതി എന്നെ ബോധിപ്പിച്ചത് തത്വമസി എന്നാണ്. മറിച്ച് അതത്വമസി എന്നല്ലല്ലോ. ഞാൻ സത്തല്ല എന്നല്ലല്ലോ ബോധിപ്പിച്ചത്, സത്തെന്നാണ്. അപ്പൊ ശ്രുതി ബോധിപ്പിച്ചപ്പോൾ താൻ തത്വമസി എന്ന് തന്നെയാണ് ബോധിച്ചത്. ശ്രുതി തന്നെ എങ്ങനെ ബോധിപ്പിച്ചു എന്ന് ചിന്തിച്ചാലും തത്വമസി എന്നാണ് ബോധിപ്പിച്ചതെന്നെ തനിക്ക് സ്മരിക്കാൻ കഴിയും. അതാണ് വിജ്ഞാനവും സ്മൃതി. ആത്മാവ് സ്വയം അത് നേരത്തെ പറഞ്ഞെന്താണോ സ്മൃതിയോ വിസ്മൃതിയോ ഒന്നുമല്ല. പക്ഷെ തത്വബോധത്തെ എങ്ങനെ ഗുരു തത്വത്തെ ബോധിപ്പിച്ചു, എങ്ങനെ ശ്രുതി തത്വത്തെ ബോധിപ്പിച്ചു എന്നുള്ളത് നമുക്ക് സ്മരിക്കാൻ കഴിയും. അതാണ് വിജ്ഞാന സ്മൃതി. അത് എങ്ങനെയാണോ നമ്മൾ ബോധിച്ചത് അതുപോലെ സ്മരിക്കാൻ കഴിയും. ബോധിച്ചത് തത്വമസി എന്നാണെങ്കിൽ സ്മരിക്കുന്നതും തത്വമസി എന്ന് തന്നെയായിരിക്കും. അതിന് മാറ്റം വരത്തില്ല. അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെ വിധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ബോധവും ആ ബോധത്തെ ഇങ്ങനെയാണ് താൻ ധരിച്ചിരിക്കുന്നത് എന്നുള്ള ആ അനുസന്ധാനവും അതാണ് ഇവിടെ സ്മൃതി എന്ന് പറയുന്നത്. അത് ഏകരൂപത്തിൽ തന്നെ ആ ബോധത്തെ നിഷേധിക്കുന്നതിന് മറ്റു പ്രബലമായൊരു പ്രമാണമില്ല. ഒരനുഭവത്തെ നിഷേധിക്കുന്നതിന് മറ്റൊരു പ്രബലമായ പ്രമാണം ഉണ്ടെങ്കിലേ നിഷേധിക്കാൻ പറ്റും. രജ്ജുവിൽ സർപ്പമുള്ള അനുഭവം അത് അനുഭവമാണ്, സ്വന്തം അനുഭവമാണ്. ആ അനുഭവത്തെ പ്രത്യക്ഷം കൊണ്ട് നിഷേധിക്കുന്നു. പ്രബലമായ പ്രത്യക്ഷം വീണ്ടും കാണുമ്പോൾ ആ അനുഭവത്തെ നിഷേധിക്കുന്നു. അതുപോലെ സ്വസ്വരൂപത്തെ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത തന്റെ സ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു. മറ്റു പ്രബലമായ പ്രമാണങ്ങളൊന്നും അതിനെ ബാധിക്കാനില്ല. അതുകൊണ്ട് അതിന് ബാധ സംഭവിക്കുന്നില്ല.
അതാണ് അർത്ഥദേവഭവ വിധേയത്വം ശോകമോഹ ഭയ അശനായ പിപാസാദി ദുഃഖ ദോഷ നിവർത്തകത്വാച്ച തസ്മൃതേഹേ. അത് മാത്രമല്ല, ഈ അനുഭവം, ശ്രുതി ബോധിപ്പിക്കുന്ന ഈ അനുഭവം അത് കഴിഞ്ഞ് പിന്നെ എന്ത് പറഞ്ഞു, പിന്നീട് സ്മൃതി, ഇത് രണ്ടും ശോകം, മോഹം, ഭയം, അശന, പിപാസ, ദുഃഖം തുടങ്ങിയ ദോഷങ്ങളെ അതൊന്ന് വർദ്ധിപ്പിക്കുന്നു. ഇവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ ഗ്രഹിച്ചു, ശരിയാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, സദാത്മേകത്വത്തെ ഗ്രഹിച്ചു. ശ്രുതി എങ്ങനെയാണ് ബോധിപ്പിച്ചത്? അക്കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് ബോധിപ്പിച്ചത്? വിജ്ഞാന സ്മൃതിയിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശോകമോഹ ഭയ അശനാ പിപാസാദി ദോഷ അതിന്റെ നിവൃത്തി സംഭവിക്കുന്നുണ്ടല്ലോ. ബോധിച്ചതിന് ശേഷവും ശോകമഹാദികളെല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഈ തത്വബോധത്തിൽ ശോകമോഹാദികളില്ലെന്ന് പറയുന്നതാണ് വാസ്തവം. ശോകമോഹാദികൾ നേരത്തെ എന്നിലുണ്ടായിരുന്നു. പറയുന്നത് ആ ശോകമോഹാദികൾ എന്നിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ തത്വശ്രവണത്തിന് ശേഷവും ഇവിടെ പറയുന്നത് എന്താണ്? ആ തത്വബോധത്തിൽ തന്നെ അതില്ലെന്നാണ്. അത് ഉണ്ടാകണമെങ്കിൽ, ഉണ്ടെന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ തത്വബോധത്തെ ഗ്രഹിച്ചിട്ടില്ലെന്നർത്ഥം. അതുകൊണ്ടാണ് അതുണ്ടെന്ന് പറയുന്നത്. അതെന്റെ അനുഭവമാണല്ലോ. അനുഭവത്തെക്കുറിച്ച് എന്താണ് ബോധിപ്പിച്ചത്? നിന്റെ ശോകമോഹാദികളില്ല, അതാ ബോധിപ്പിച്ചത്. നിന്റെ സ്വരൂപത്തിൽ, സത്സ്വരൂപത്തിൽ ശോകമോഹാദികൾ നിൽക്കുന്നതിനുള്ള അവസരമില്ല, ഇടമില്ല. ഇതാണല്ലോ ശ്രുതി ബോധിപ്പിച്ചത്. മറിച്ച് ഒരു ബോധം എന്താണ്? ശ്രുതി ഇങ്ങനെയാണ് ബോധിപ്പിച്ചത്: സ്വസ്വരൂപത്തിൽ ശോകമോഹാദികളില്ല. അത് ശരിയല്ല അങ്ങനെ ബോധിപ്പിച്ചത്. മറിച്ച് സ്വസ്വരൂപത്തിൽ ശോകമോഹാദികളുണ്ട് എന്ന് വന്നാൽ ശരി. രണ്ടാമത് അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ശരിയാണ്. തന്നെ ശോകമോഹാദികളെല്ലാം ഉണ്ടെന്ന് പറയേണ്ടി വരും. ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നില്ല. ശോകമോഹാദികൾ താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് സഹജമാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ ആ അനുഭവം തുടർന്ന് എന്തുകൊണ്ട്? തന്റെ സ്വരൂപത്തെ ധരിക്കാത്തതുകൊണ്ട്. ഇവിടെ അത് മനസ്സിലാക്കി, കേട്ടറിഞ്ഞു പറഞ്ഞു. എന്റെ സ്വരൂപം ശോകമോഹാദി രഹിതമാണ് എന്ന് കേട്ടറിഞ്ഞു. മറിച്ച് രണ്ടാമത് ശ്രുതി ബോധിപ്പിക്കുന്നു, അങ്ങനെയല്ല, നീ ശോകമോഹാദികൾ ഉള്ളവനാണെന്ന് ബോധിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ശ്രുതി എന്താണോ ബോധിപ്പിച്ചത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. നിന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ഈ ശോകമോഹാദികളില്ല എന്ന് തന്നെയാണ്. ശ്രുതി ആ ബോധനത്തെ തിരുത്തുന്നില്ലെങ്കിൽ ഒരുവൻ എങ്ങനെ പറയാൻ കഴിയും എന്നിൽ ശോകമോഹാദികളുണ്ടെന്ന്? മറിച്ച് ശോകമോഹാദികൾ എവിടെയാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്താണ്? അത് നിന്റെ അന്ധകരണത്തിലാണ്, നിന്നിലല്ല. പിന്നെ ഞാനത് അനുഭവിക്കുന്നതോ നിന്റെ ബുദ്ധി കൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ട് താതാത്മ്യപ്പെടുന്നു? നിന്റെ സ്വരൂപത്തെ അറിയാത്തതുകൊണ്ട്. അതിന്റെ സ്വരൂപം സംശയരഹിതമായി ശ്രുതി പറയുന്നു. അത് സച്ചിദാനന്ദമാണ്, ശോകമോഹാദികൾക്ക് അതീതമാണ്, ശോകമോഹാദികൾക്ക് അധീനമല്ല എന്ന് ബോധിപ്പിച്ചാൽ
എന്നൊരുവൻ സ്വയം തന്റെ സ്വരൂപത്തെക്കുറിച്ച് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തന്നെ ശോകമോഹാദികളുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറയും അത് ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, ആ അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നീ അനുഭവിക്കുന്ന നല്ല ശ്രുതി പറയുന്നു, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ശോകമോഹാദികൾ നീ അനുഭവിക്കുന്നില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. ശോകമോഹാദികൾ അനുഭവിക്കുന്നു എന്ന് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ ശോകമോഹാദികളുടെ സ്ഥാനം എവിടെ, നിന്റെ വാസ്തവ സ്വരൂപം എന്ത് എന്ന് ആത്മ അനാത്മ വിവേകപൂർവകമായി ശ്രുതി ബോധിപ്പിക്കുകയാണ്. ഒരുവനതിനെ ബോധിക്കുന്നു, തന്നിൽ അതില്ല എന്നാണ് ശ്രുതി ബോധിപ്പിച്ചത്. ആ ശ്രുതിയുടെ ആ ബോധത്തെ അംഗീകരിക്കുകയും വീണ്ടും തന്നിൽ അതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമുണ്ട്? വീണ്ടും മുമ്പിൽ നിൽക്കുന്ന അനുഭവമാണ്. അനുഭവത്തെ നിഷേധിക്കുന്നുണ്ടല്ലോ. ശ്രുതി ആരുടെയും അനുഭവത്തെ നിഷേധിക്കുന്നില്ല, പ്രപഞ്ചാനുഭവത്തെ നിഷേധിക്കുന്നില്ല, ശരീരാനുഭവത്തെ നിഷേധിക്കുന്നില്ല. അതിനെ വിശദീകരിക്കുന്നേ ഉള്ളൂ. ഇന്ന അനുഭവം ഇന്നതുകൊണ്ടാണ്, ഇന്ന അനുഭവം ഇന്നതുകൊണ്ടാണ്, പരമാർത്ഥം ഇന്നതാണ്, ഇത്തരത്തിൽ അതിന് വിശദീകരണം കൊടുക്കുന്നേ ഉള്ളൂ. ശബ്ദസ്പർശരൂപ രസഗന്ധാനുഭവത്തെ ഒന്നും മാറ്റി പറയുന്നില്ല. ശബ്ദം രൂപമാണെന്നോ രസം ഗന്ധമാണെന്നോ അങ്ങനെയൊന്നും മാറ്റി പറയുന്നില്ല. അനുഭവങ്ങൾ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. ഈ അനുഭവങ്ങൾ ഇങ്ങനെ നിൽക്കേ തന്നെ ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. പരമാർത്ഥം എന്നതാണ്. അത് ബോധിപ്പിച്ചാൽ അതിനെ മറ്റൊരു തരത്തിൽ തനിക്ക് ബോധിക്കാനും കഴിയുന്നില്ല. കാരണം ആ ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെയാണ്, ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുന്നു. തന്റെ സ്വരൂപം ഇങ്ങനെയായിരിക്കെ ഈ അനുഭവത്തിലുള്ള കാരണങ്ങളും പറയുന്നു. മോഹം, അതുകൊണ്ട് വരുന്ന മിഥ്യാജ്ഞാനം, അതുകൊണ്ട് ഈ പ്രപഞ്ചാനുഭവം, ദ്വൈതാനുഭവം ഇതെല്ലാം വിശദീകരിച്ച് പറയും. ഇത് ശ്രവണത്തിൽ നിന്ന് കേട്ട് ഒരുവൻ ബോധിക്കുമ്പോൾ പിന്നീട് അവനെങ്ങനെ പറയാൻ പറ്റും സുഖദുഃഖാദികൾ എന്നിലുണ്ട്? അത് പറയാൻ കഴിയത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവനൊന്നും ബോധിച്ചില്ല എന്നർത്ഥം. അങ്ങനെ പറയാൻ കഴിയത്തില്ല. എന്താണ് ഉണർന്നിരിക്കുന്നവന് പറയാൻ കഴിയുമോ ഞാൻ ഉറങ്ങുകയാണ്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയത്തില്ലല്ലോ. ഉണർന്നിരിക്കുന്നവനൊരിക്കലും ഉറങ്ങുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. ഉണർന്നിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. അങ്ങനെ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഒരു ഉണർവ്, ഒരു ബോധമാണ് ശ്രുതി ഒരു ജീവന് പകർന്നു കൊടുക്കുന്നത്. ആ ബോധത്തെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം അവന് പ്രകാശിച്ചു കഴിഞ്ഞാൽ ശോകമോഹ ഭയ അശനായ പിപാസാദി ദുഃഖദോഷം അത് നിവർത്തിപ്പിക്കുന്നു. നിന്നിലില്ലെന്നേ അത് ബോധിപ്പിക്കുന്നു. ശോകമോഹാദികളില്ലെന്നല്ല പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരി, അത് നിന്നിലല്ല. അത് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്നതാണ്. എന്നാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ ബോധം എന്താണ്? ശരി, അപ്പോൾ ശോകമോഹാദികൾ അനുഭവിക്കുമ്പോഴോ? ശ്രുതി ഉപദേശിക്കുന്നതിന് മുമ്പും അത് അനുഭവിച്ചിരുന്നു. ശ്രുതി ഉപദേശിച്ചതിന് ശേഷവും അതനുഭവിക്കുന്നു. അതനുഭവിക്കുന്ന സമയത്ത് അനുഭവത്തെ, ശോകമോഹാദികളുടെ അനുഭവത്തെ ഒരാൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ശോകമോഹാദികളുടെ അനുഭവം എവിടെയാണ്, എവിടെ നിന്നാണ് ഇതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത്? ആ ശോകമോഹാദികളുടെ അനുഭവത്തെ തന്നിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു.
തന്നിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? തന്നിൽ അതില്ല. അല്ല, ഇനി എവിടെയാണോ അനുഭവിക്കുന്നത്? എവിടെ അനുഭവിക്കുന്നു? തന്റെ മനസ്സിൽ. അവിടെ അനുഭവിക്കുന്നു. അവിടെ നിന്ന് അതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ അത് പറഞ്ഞു എന്താണ്? അത് സ്വാഭാവികമാണ്. ആദ്യമേ പറഞ്ഞു ഇത് സ്വാഭാവികമായ മനസ്സിന്റെ പ്രവൃത്തിയാണ്. അതിൽ നിന്ന് ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. അത് മനസ്സിന്റെ സ്വഭാവമാണ്. ആ വസ്തു ഉള്ളിടത്തോളം കാലം അതുണ്ടായിരിക്കും. അഗ്നിയിൽ നിന്ന് ഉഷ്ണത്തെ മാറ്റുക സാധിക്കും. ജലത്തിൽ നിന്ന് ശീതത്തെ മാറ്റുക സാധിക്കുമോ? അതതിന്റെ സ്വഭാവമാണ്. അതിനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ വസ്തു ഇല്ലാതാകും. അതിനെ മാറ്റണമെന്ന് അത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു, സ്വാഭാവികമായി ഇല്ലാതാകുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ അത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു. അവിടെ സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടായി തന്നെ ഇരിക്കും. സുഷുപ്തിയിൽ അത് സ്വാഭാവികമായി ഇല്ലാതാകുന്നു. അവിടെ അതിന്റെ അനുഭവമില്ല. അതിനുവേണ്ടി ഇവിടെ പ്രവൃത്തിയുടെ ആവശ്യമില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിന് എന്തിനാ പ്രവർത്തിക്കുന്നു? അതാണ് മോക്ഷം. അതിനെങ്ങനെ മോക്ഷം എന്ന് പറയാൻ പറ്റും? കാരണം അത് സഹജമായി തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ. ദുഃഖം നിവൃത്തി സഹജമായി സംഭവിക്കുന്ന ആ ദുഃഖം നിവൃത്തി, അതാണ് ദുഃഖം നിവൃത്തിയെങ്കിൽ അതിനെന്തിനാ പ്രവൃത്തിയുടെ ആവശ്യം തോന്നുന്നു? അല്ല, എനിക്ക് അതിനെ ആ ദുഃഖത്തിൽ നിന്നുള്ള നിവൃത്തി എനിക്ക് സാധിക്കണം. ശരി, സ്വാഭാവികമായി അത് സാധിക്കുന്നുണ്ട്, അതുപോലെ. അല്ലാതെ സാധിക്കണം എന്ന് വെച്ചാൽ അതിനെ നിരോധിക്കണം. അങ്ങനെയെങ്കിൽ നിരോധിച്ചോളൂ. അത് തൽക്കാലത്തേക്ക് നിരോധിക്കും. അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അതാണ് അഗ്നി സ്പർശിക്കണം, പക്ഷെ കൈ പൊള്ളാനും പാടില്ല. ശരി, അങ്ങനെ വാശിയാണെങ്കിൽ അത് ചെയ്യേണ്ടതാണോ? കയ്യിലെന്തെങ്കിലും അഗ്നിയെ പ്രതിരോധിക്കുന്ന എന്തെങ്കിലും സ്വീകരിച്ചുകൊണ്ട്, എന്തെങ്കിലും മരുന്നുകളോ മന്ത്രമോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അഗ്നിയെ സ്പർശിച്ചോളൂ. പക്ഷെ അഗ്നിയുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ വേണമെങ്കിൽ മനസ്സിനെ നിരോധിച്ചിട്ട് സമാധിയിലിരുന്നോളുക. അങ്ങനെ സാധിക്കും. തൽക്കാലത്തേക്ക് പ്രപഞ്ചബോധമില്ലാതെ എത്ര കാലം ഇരിക്കാമോ അത്രയും കാലം അതിനെ നിരോധിക്കാം. പക്ഷെ അതും ഇവിടെ എന്താണ്? നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. അതില്ലല്ലോ വാസ്തവത്തിൽ. അതിനോട് യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം? അതുപോലെ ശോകമോഹ ഭയ അസന പിപാസാദി ദുഃഖം ദോഷങ്ങളെ എന്താണ്? നിവർത്തകത്വ ഈ ബോധം തസ്മൃതി എന്ന് പറയുന്നതാണ്. ആ സ്മൃതി എന്നെന്തുകൊണ്ട് പറഞ്ഞു? ദുഃഖഭയശോകങ്ങളെല്ലാം വന്ന് തന്നെ ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുമ്പോൾ ആ വിവേകം എന്താണോ ശ്രുതി ബോധിപ്പിച്ചത്, ആ ബോധം, അതുകൊണ്ടാണ് അതിനെ ഒരിക്കലും അത് ബോധിച്ചതാണ്. ആ ബോധം കൊണ്ട് ഗ്രഹിക്കുന്ന എന്താണത്? തന്നിലല്ല, സുഖദുഃഖാദികൾ ഇല്ലെന്നല്ല, സ്വസ്വരൂപത്തിൽ അത് നിലനിൽക്കുന്നില്ല. അങ്ങനെ അതാണ് അതിന്റെ നിവൃത്തി എന്ന് പറയുന്നത്. അത് നിത്യനിവൃത്തമാണ്, തന്നിലില്ലാത്തതാണ്. മറിച്ചാണെങ്കിലോ വിപരീത ജ്ഞാന പ്രഭോഹി ശോകമോഹാദി ദോഷ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഇവിടെ അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? ഇതിനെല്ലാം കാരണം അജ്ഞാനം. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനം നശിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം തന്നെ ബാധിക്കുന്നു.
അതാണ് വിപരീത ജ്ഞാനം. അജ്ഞാനം കൊണ്ടുവരുന്ന വിപരീത ജ്ഞാനം, നേരത്തെ പറഞ്ഞ മിഥ്യാജ്ഞാനം. അതുകൊണ്ടാണ് ശോകമോഹാദി ദോഷം തന്നിൽ അനുഭവപ്പെടുന്നത്. ശോകമോഹാദികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, അത് തന്നിൽ അനുഭവപ്പെടുന്നതാണ് പ്രശ്നം. കാരണം അന്യരിൽ ശോകമോഹാദികളോട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. വിപരീത ജ്ഞാനം കൊണ്ട് വരുന്നതാണ് ശോകമോഹാദികൾ. ആ വിപരീത ജ്ഞാനത്തെ നിഷേധിക്കുന്ന സ്വരൂപജ്ഞാനം, അതുകൊണ്ടവിടെ ശോകമോഹാദികൾ തന്നെ നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ വന്നാലോ തഥാച തത്ര കോ മോഹ കശോക. പിന്നെ അവിടെ ആ ബോധമുള്ളവന് തന്നിൽ എവിടെയാണ് ശോകമോഹങ്ങൾ? തന്നിലവിടെ ശോകമോഹങ്ങളില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരുവന്റെ അന്ധകരണത്തിൽ, ബുദ്ധിയിൽ ശോകമോഹാദികൾ എങ്ങനെയാണോ പ്രപഞ്ചഭാനം, പ്രപഞ്ചപ്രതീതി, അതുപോലെ ശോകമോഹാദികളുടെ അനുഭവം ഉണ്ടായിരുന്നാലും തത്ര കോ മോഹ കോ ശോക, സ്വസ്വരൂപത്തിൽ എവിടെയാണ് ശോകമോഹാദികൾ നിലനിൽക്കുന്നത്? വിദ്വാൻ ന ബിഭേദി കുതശ്ചന. വിദ്വാൻ ഒന്നിനെയും ഭയക്കുന്നില്ല, തന്നെ ഭയക്കേണ്ട കാര്യമില്ല. താൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന ശോകമോഹാദികളെയും ഭയക്കേണ്ട കാര്യമില്ല. എന്തിന് സമാധി ശീലിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് മറ്റുപായങ്ങൾ ശീലിക്കുന്നു? ഇതിനെ ഭയന്നിട്ടാണ്. ഭയക്കുമ്പോഴാണ് ഒന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ശോകമോഹാദികളെ വിദ്വാൻ ന ബിഭേദി കുതശ്ചന. ഒന്നിനെയും ഭയക്കുന്നില്ല, ഒന്നിൽ നിന്നും ഭയമില്ല. ശോകമോഹാദികൾ എന്തുകൊണ്ട്? അവൻ സ്വസ്വരൂപബോധം കൊണ്ട് കൃതകൃത്യനാണ്. ആ കൃതകൃത്യത സ്വസംവേദ്യത, സ്വയം അനുഭവിക്കുന്ന കൃതകൃത്യതയാണ്. അതുകൊണ്ട് അവൻ ഒന്നിനെയും ഭയക്കുന്നില്ല, ശോകമോഹാദികളെയും ഭയക്കുന്നില്ല. ന ദ്വേഷ്ടി ന കാംക്ഷതി. അതിന്റെ പരമമായ തത്വമാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ ദ്വേഷിക്കുന്നില്ല, കാംക്ഷിക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ശോകമോഹാദികളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നവൻ ആഗ്രഹിച്ചതിനെ വെറുക്കുന്നില്ല. അത് വേണ്ട, അത് ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള യത്നം. ഇവിടെ അടുത്ത് പറയും, വൃത്തി നിരോധത്തെക്കുറിച്ച് പറയും അത്തരം കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. അഭയം വൈ ജനകപ്രാപ്തോസി. അവിടെ ആ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിച്ചിട്ട് ഋഷി പറയുന്നതാണ്, നീ ഇപ്പോ ഈ സ്വരൂപജ്ഞാനം കൊണ്ട് നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു, ഭയരഹിതമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥേ. ഇവരെ അജ്ഞാന സംശയാദി ദോഷങ്ങൾ ഈ സ്വസ്വരൂപജ്ഞാനം കൊണ്ട് മാറിയിരിക്കുന്നു. ഇത്യാദി ശ്രുതേഹ. ഈ ശ്രുതികളെല്ലാം ആ പരമാർത്ഥ ബോധത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ എങ്ങനെ ശോകമോഹാദികൾ നിവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ഉപായം കൂടാതെ കേവല സ്വരൂപബോധം കൊണ്ട് തന്നെ അജ്ഞാന നിവൃത്തി, മിഥ്യാജ്ഞാന നിവൃത്തി, സംസാരമുക്തി, ഇതെല്ലാം ആകാം എന്നിവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ സമാധിവാദി പറയണം അത് ശരിയാകത്തില്ല, ഇതൊക്കെ അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ അനുഭവം ഇല്ലാതാണ്. അതിനെന്ത് ചെയ്യണം? നിരോധത്തർഹി അർത്ഥാന്തരം. യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള യോഗത്തെ ശീലിക്കണം. ശീലിച്ച് സമാധി പോകണം. അവിടെ ഈ സ്വദുഃഖാദികളെല്ലാം പോകുന്നു. അവിടെയുള്ള മുക്തി. ഇത്തരത്തിൽ നിരോധ സമാധി. ഈ സമാധി എന്നുള്ള വാക്ക് കേട്ട്
ഭ്രമിക്കേണ്ട കാര്യമില്ല. ജ്ഞാനസമാധിയുണ്ട്, ജ്ഞാനവും സമാധിയാണ്. ജ്ഞാനസമാധി അംഗീകരിക്കുന്നുണ്ട് ഭാഷ്യക്കാരൻ, നിരോധ സമാധി അംഗീകരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ ഇനി വിശദീകരിക്കും.